അംബേദ്കർ വിരുദ്ധ പരാമർശത്തിലും ഇന്നലെയുണ്ടായ സംഘർഷത്തിലും ഇന്നും പാർലമെന്റിൽ പ്രതിഷേധം ആളിക്കത്തി. ഇന്ത്യ സഖ്യം വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റിലെ മന്ദിരത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സ്പീക്കറുടെ വിലക്ക് മറികടന്ന് എംപിമാർ വീണ്ടും മകർകവാടത്തിൽ പ്രകടനം നടത്തി. എസ്-പിയും കോൺഗ്രസുമാണ് മകർകവാടത്തിൽ പ്രകടനം നടത്തിയത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, രാവിലത്തെ പ്രതിഷേധത്തിനോട് യാതൊരു തരത്തിലുള്ള ബലപ്രയോഗവും ഇല്ലാതെയാണ് പോലീസ് അടക്കം കൃത്യമായൊരു സ്ട്രാറ്റജി നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതിനുശേഷം ഈ സഭ പിരിഞ്ഞതിന് ശേഷമാണോ ഈ മകർകവാടത്തിൽ പ്രതിഷേധമുണ്ടായത്? ഇതിനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അകത്തേക്ക് കടന്നതിന് ശേഷമായിരുന്നു ഈ മകർകവാടത്തിൽ പ്രതിഷേധം ഉണ്ടായത്. അത് കടുത്ത ഭാഷയിൽ തന്നെ ശാസിക്കുന്നുണ്ട് സ്പീക്കർ ഈ സഭാ നടപടികൾ ആരംഭിച്ച ഉടനെ തന്നെ. പക്ഷേ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം സ്പീക്കറുടെ വാക്കുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നടപടികൾ തുടരാൻ അനുവദിക്കില്ല. തുടരുകയാണെങ്കിൽ കർശന നടപടികൾ സ്വീകരിക്കും എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ നടപടി എടുക്കുമോ സ്പീക്കർ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. കാരണം അത് അദ്ദേഹം നടപടി എടുക്കുന്ന കാര്യത്തിൽ സഭയ്ക്കകത്തും ഒരു പ്രസ്താവന ഒന്നും തന്നെ നടത്തിയിട്ടില്ല. പിന്നാലെ ചെറിയ മിനിറ്റുകൾ മാത്രം നീണ്ടു നിന്നൊരു പ്രതിഷേധമായിരുന്നു. പിന്നാലെ തന്നെ എല്ലാവരും സഭയ്ക്കകത്തേക്ക് കയറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ രാജ്യസഭാ നടപടികൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഈ സംയുക്ത പാർലമെന്ററി സമിതി, അതായത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആ ബില്ലിലേക്കുള്ള സംയുക്ത പാർലമെന്ററി സമിതിയെ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രമേയം നേരത്തെ ലോക്സഭയിൽ അവതരിപ്പിച്ച ശേഷമായിരുന്നു ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. ആ പ്രമേയമാണ് ഇപ്പോൾ എന്തായാലും രാജ്യസഭയിലും വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 11 മണിക്കാണ് രാജ്യസഭാ നടപടികളും ആരംഭിച്ചിരുന്നത്. പക്ഷേ അമിത്ഷാ രാജിവെക്കണം എന്നുള്ള കാര്യങ്ങളടക്കം ഉയർത്തിക്കാട്ടി, ആ മുദ്രാവാക്യങ്ങളടക്കം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ അംഗങ്ങൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചതിന് പിന്നാലെയായിരുന്നു സഭ 12 മണി വരെ നിർത്തിവെക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തത്. ജഗ്ദീപ് ധൻകർ ഇപ്പോൾ 12 മണിക്ക് വിവരങ്ങൾ നൽകിയത്.